കട്ടപ്പനയിലെ വ്യാപാരി സാബുവിന്റെ ആത്മഹത്യയിൽ ബാങ്ക് ജീവനക്കാർക്ക് സസ്പെൻഷൻ. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച 3 പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സെക്രട്ടറി റിജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോൾ ജോസ്, ജൂനിയർ ക്ലർക്ക് ബിനോയ് ജോസ് എന്നിവർക്കെതിരെയാണ് നടപടി. ബോർഡ് മീറ്റിംഗ് കൂടിയാണ് സസ്പെൻഷൻ തീരുമാനിച്ചിരിക്കുന്നത്. സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായി. സന്ദീപ്, മൂവർക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സാബുവിന്റെ കുടുംബം ഉന്നയിച്ചിരുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നതടക്കമുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ബാങ്ക് ബോർഡ് ചേർന്ന് 3 പേരും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതും സംഭവം നടന്നിപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടാണ് നടപടിയിലേക്ക് എത്തുന്നത്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി പരുത്തിക്കാട്, തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ആരോപണം നേരിട്ട 3 പേരാണ് ഈ ബാങ്ക് ജീവനക്കാരായിട്ടുള്ള, ബാങ്ക് സെക്രട്ടറി ആയിട്ടുള്ള റജി, ഒപ്പം തന്നെ ഈ സുജമോളും ബിനോയും അടക്കമുള്ളവർ. ഏറ്റവും ഒടുവിൽ ഇവരുമായാണ് വിഷയമുണ്ടാകുന്നത് എന്ന് സാബു ഭാര്യയോട് ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. റജി വളരെ മോശമായി തന്നെ, ബാങ്ക് സെക്രട്ടറി വളരെ മോശമായി തന്നെ ഇടപെടുകയും ഒപ്പം തന്നെ ബിനോയി തന്നെ പിടിച്ചു തള്ളുകയും ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെയാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഈ 3 പേരുടെയും പേരുകൾ കൃത്യമായി പരാമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെയായിരുന്നു നടപടി വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നത്. എന്നാൽ പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് ജീവനക്കാരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ ബാങ്ക് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കും കടന്നിരുന്നില്ല. അതും ബാങ്കിനെതിരെയും ഒപ്പം തന്നെ CPM-നെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വരുവാൻ ഉണ്ടായ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാകണം ഇപ്പോൾ ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം ചേരുകയും ഈ MJ വർഗീസിന്റെ അധ്യക്ഷതയിൽ, ബാങ്ക് പ്രസിഡന്റാണ്, അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന ഇപ്പോൾ 3 പേർക്കെതിരെയും നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആരോപണ വിധേയരായ ആളുകളുടെ, ബാങ്ക് ജീവനക്കാരുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ ഡയറക്ടർ ബോർഡിന് കൂടി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായിരുന്നാലും CPM-നെയും ബാങ്ക് ഭരണസമിതിയെയും എല്ലാം വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കി നിർത്തുന്ന, ഇല്ലെങ്കിൽ വലിയ വിമർശനങ്ങൾക്ക് വിധേയമാക്കിയിരുന്ന ഒന്നായിരുന്നു ഈ ബാങ്ക് ജീവനക്കാർക്കെതിരെ നടപടിയൊന്നും ബാങ്ക് സ്വീകരിക്കുന്നില്ല എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കണം ഇപ്പോൾ ജനവികാരം ഉയർന്നു വരികയും ഒപ്പം തന്നെ BJP-യും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബാങ്കിനെതിരെയും CPM-നെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധത്തിലേക്ക് നീങ്ങുക കൂടി ചെയ്ത് ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാകണം ഇപ്പോൾ ഇത്തരത്തിൽ അടിയന്തരമായി ബാങ്ക് യോഗം ചേർന്ന് നടപടിയെടുക്കുകയും അത് വാർത്താക്കുറിപ്പായി മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ജീവനക്കാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തി തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയാകും. ആ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും, അത് SP-ക്ക് സമർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഈ ജീവനക്കാരെയും ഒപ്പം തന്നെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയ VR സജി അടക്കമുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല, കേസെടുക്കുന്നില്ല എന്നുള്ള വലിയ ആരോപണം പോലീസിനെതിരെയും ഉയരുന്നുണ്ട്. അത് വലിയ പ്രതിരോധമായി മാറിയിരിക്കുകയാണ് പോലീസിന്. ആ ഘട്ടത്തിലായിരുന്നു ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് ഇക്കാര്യം വിശദീകരിച്ചത്. വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സാബുവിൻ്റെ കുടുംബം സാബുവിൻ്റെ ഫോണും ഏൽപ്പിച്ചിരുന്നു വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കുന്നതിന് വേണ്ടി. അത്തരം കാര്യങ്ങളെല്ലാം പ്രാഥമികമായി പഠിച്ചതിന് ശേഷം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നായിരുന്നു ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായിരുന്നാലും ഇക്കാര്യത്തിൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. ഡയറക്ടർ ബോർഡ് യോഗം അടിയന്തരമായി ചേർന്ന് 3 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ സസ്പെൻഷനിലൂടെ ബോധ്യമാകുന്നത് ബാങ്ക് ജീവനക്കാർക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ സാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത കൂടി വരികയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസവും യോഗം ചേർന്നതായിട്ട് നമുക്ക് വിവരം ലഭിച്ചിരുന്നു. പക്ഷേ ആ യോഗത്തിൽ ഈ പ്രസിഡന്റ് MJ വർഗീസ് പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തിന് അസുഖമായിരുന്നതിനാൽ പങ്കെടുത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാകാം അന്ന് ഒരു പക്ഷേ നടപടികളിലേക്ക് ഇല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്ത് പിരിയാൻ കഴിയാതിരുന്നത്. എന്നാൽ ഇപ്പോൾ അടിയന്തരമായി യോഗം ചേർന്ന് കൃത്യമായി തന്നെ അതിൻ്റെ ഒരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടാകണം. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ അത് വലിയ പ്രതിസന്ധിയാകും. ഒന്ന്, ബാങ്കിന് തന്നെ അത് വലിയ തിരിച്ചടിയായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം ഇത്തരമൊരു നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ബാങ്ക് സെക്രട്ടറി റജി, സീനിയർ ക്ലർക്ക് സുജമോൾ, അതുപോലെ തന്നെ ജൂനിയർ ക്ലർക്ക് ബിനോയ് എന്നിവർക്കെതിരെയാണ് സസ്പെൻഷൻ നടപടി ബാങ്ക് ഡയറക്ടർ ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെയായിരുന്നു ഏറ്റവും വലിയ ആരോപണം, ഗുരുതരമായ ആരോപണം. നാളുകളായി തങ്ങളെ അപമാനിച്ചിറക്കി വിടുന്ന
സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഔദാര്യത്തിനായി എത്തുന്നത് പോലെയായിരുന്നു ഈ ബാങ്ക് സെക്രട്ടറി റെജിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളും കാര്യങ്ങളും മാധ്യമങ്ങളോട് തന്നെ ഈ സാബുവിൻ്റെ ഭാര്യ വ്യക്തമാക്കിയിരുന്നു മേരിക്കുട്ടി. എന്തായിരുന്നാലും ആ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നു, അതെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടുന്നു. ഡയറക്ടർ ബോർഡിനും ബാങ്കിനും മനസ്സിലാകുന്നു ഇക്കാര്യത്തിൽ വലിയ വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്, ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 3 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സ്മൃതി പറ്റിക്ക. ശരി, സന്ദീപ് രാജാക്കാടാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.